ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യുന്നത് മുട്ട ബജ്ജി ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിലേക്ക് 2 മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലൊഴിച്ചു. അതിൽ 1 സ്പൂണ് മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൽ മുട്ട അതിലിട്ടിട്ട് വഴറ്റി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം അതിന് മുന്നായിട്ട് കുറച്ച് കടലമാവ്, അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അല്പം കായപ്പൊടി എല്ലാം കൂടി ചേർത്ത് പാകത്തിന് ചെറിയൊരു കുറുന്നനെയുള്ള ചാറാക്കി കുറുന്നനെയുള്ള കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അപ്പം അതിൽ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം അല്പം മാത്രം വെള്ളം തന്നെ വേണ്ടു. ഒരു കുഴമ്പ് രൂപത്തിലാവുന്ന വരെ വെള്ളം ചേർത്തിട്ട് നന്നാക്കി ഇളക്കിയെടുക്കുക. വേണ്ട അപ്പം ഈ രൂപത്തിലാവണം. ഒരു സ്വല്പം കൂടി വെള്ളം ചേർക്കണം. എന്നിട്ട് പിന്നെ ചീഞ്ചട്ടിയിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, തുള്ളി എന്ന് വെച്ചാൽ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടി ഉപ്പും കൂടിയിട്ട് ഒന്ന് ചേർത്ത് ചൂടാക്കി എടുക്കണം. ഇപ്പം അതാ ഈ കാണുന്ന രൂപത്തിന് ചെറിയൊരു തുള്ളി വെള്ളം കൂടി ചേർക്കണം. അങ്ങനെ നന്നായി ഇളക്കി പാകപ്പെടുത്തി വയ്ക്കുക. പിന്നെ ഈ കടായി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പം അതിൽ മുട്ട ഇട്ടിട്ട് ഒന്ന് ഇളക്കി വഴറ്റി അത് കുറച്ച് നേരം മുട്ടയമ്മ മുളകൊക്കെ പറ്റി പിടിക്കുന്ന വരയ്ക്ക് നന്നായിട്ട് അതിന് പറ്റി പിടിക്കണം. അപ്പം അങ്ങനെ ചൂടുള്ള മുളകൊക്കെ അതിന് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് വരഞ്ഞിട്ടാലും നല്ലതാണ്. ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. അപ്പം ഈ മുട്ട ക്രീം രൂപത്തിലാക്കി വെച്ചിട്ടുള്ള കടലമാവിലേക്ക് എടുത്തിടുക. അപ്പം മുളകൊക്കെ അതുമ്മയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. മുളകും ഉപ്പും എല്ലാം കൂടിയിട്ട് അപ്പം അത് ഇതിലേക്ക് ഇടുക. മാവ് കലക്കി വെച്ച മാവിലേക്ക് ഇട്ടിട്ട് ബജ്ജി രൂപത്തിൽ മാവുമ്മയൊക്കെ കടലമാവൊക്കെ അതിന് നന്നായിട്ട് പിടിക്കണം. അപ്പം അത് ചീഞ്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കോരണം. അപ്പം അത് ഞാൻ മുഴുവനായിട്ടാണ് മുട്ട എടുത്തിട്ടുള്ളത്. മുട്ട പകുതിയാക്കിയിട്ട് ഇടാവുന്നതാണ്. പകുതിയായിട്ട് ഈ മാവിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ മുഴുവൻ മുട്ടയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, മുഴുവനായിട്ടുള്ള ബജ്ജി. അങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കാം. ഞാനത് രണ്ടും മൂപ്പിച്ചെടുത്തു. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പിടിക്കാൻ ഒന്നും കൂടി ആ ഭാഗം ഒന്ന് മാവിൽ മുക്കി വീണ്ടും ഇട്ടു. ഇപ്പോൾ കുറച്ച് സവോള ഒന്ന് വഴറ്റിയെടുത്തിട്ട് മല്ലിയിലയൊക്കെ കൂടിയിട്ട് അലങ്കരിച്ച് വയ്ക്കാം. ഞാൻ മുളകും കൂടി ചേർത്തിട്ടുണ്ട്. മുളക് എടുത്തിട്ട് ഇതുപോലെ മാവിൽ മുക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അത് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. മുറിച്ചിട്ട് ആ മുറിച്ച ഭാഗത്ത് മുളകാക്കിയിട്ട് കണ്ടോ, സബോള ബിരിയാണിയിലേക്കുള്ള സബോള പോലെ പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.